ഞാൻ നോട്ടൊക്കെ എഴുതി എടുത്തിട്ടുണ്ട് മോളെ. ഫ്രിഡ്ജിലേ ചിക്കൻ കറി ഇരിക്കുന്നുണ്ട്. അത് പട്ടിക്കുട്ടിക്ക് എടുത്ത് കൊടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ അച്ഛനെ കൊടുത്താൽ മതി. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. എന്തേ? അല്ല, എന്റെ കായ് ഇങ്ങോട്ട് തന്നിട്ടില്ലേ? കായോ? നിങ്ങളല്ലേ കഴിഞ്ഞ പ്രാവശ്യം നികുതി അടച്ചതിന്റെ ബാക്കി കായ് പിന്നെ വന്നോളിയും പറഞ്ഞിട്ട് വിട്ടത്. അതെപ്പോഴാ വന്നേ? കഴിഞ്ഞ മാസം. കഴിഞ്ഞ മാസം? എന്നിട്ട് ഇപ്പോഴാണോ വരുന്നേ? അതിപ്പോ നിങ്ങളുടെ സൗകര്യത്തിന് വരാൻ പറ്റുമൊക്കെ. കങ്ങടും കൂടെ തെക്കും വടക്കും എന്തോരം പണി ഉണ്ടിച്ചിട്ടാ നിങ്ങള്. ഇപ്പൊ ആ പൈസക്കാണോ വന്നേ? അല്ലപ്പ അത് മാത്രല്ല, അതും വേണോ. പിന്നെ അതല്ലാണ്ട് ഇപ്പൊ ഒരു എന്തപ്പ അതിന് പറയാ, ഈ സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ് ഇല്ലേ, അതേ. അതല്ലേ കഴിഞ്ഞ മാസം ഇവിടെ വന്ന് മേടിച്ചോണ്ട് പോയത്. അപ്പൊ നിങ്ങക്ക് നല്ല ഓർമ്മ വന്നല്ലോ. ഇപ്പൊ എന്റെ കായ് ഒന്ന് ഓർത്ത് നോക്ക്. ഞാൻ തന്നിട്ട് ബാക്കി തരാ പറഞ്ഞത്. അതേമാതിരി ഓർത്തിട്ട് ഇങ്ങോട്ട് തന്നാളി. അപ്പൊ ഈ വരുമാന സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ മാസം മേടിച്ചോണ്ടേ ഇനി ഇപ്പൊ കിട്ടുമോന്ന് എനിക്കറിയില്ല. വില്ലേജ് ഓഫീസറോടൊന്ന് ചോദിച്ചു നോക്ക്. ഇനിയിപ്പോ മൂപ്പരടുത്തേക്ക് തന്നെ പോണതിന് വേണ്ടി വരും. സ്ഥലായി. നിങ്ങളിന്റെ കായിന്റെ കാര്യം മറക്കണ്ട കേട്ടോ. നിങ്ങളെ എവിടെ കണ്ടല്ലോ ഞാന്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അതെ, എന്നാ ശരി. കായിന്റെ മറക്കണ്ട. അങ്ങോട്ട് കയറിക്കോ. അപ്പുറത്തേക്കില്ല, ഒക്കെ ഒരേ മാരത്തെ വിരിപ്പിട്ട കാരണം എങ്കടാ കിടക്കണ്ട അറിയണേ. നേരെ പോട്ടെ, നേരെ പോട്ടെ. ഉണ്ട് ഇവിടെ. ഉണ്ട്, കയറിക്കോ. മാഷി കുടുങ്ങിയായിരിക്കും സാറേ. അതായിരിക്കും. ശരിയായപ്പത്? ഒട്ടും ശരിയായിട്ടില്ല. ശരിയായില്ലേ? ഒരു ഓഫീസറുടെ മുറിയിലോട്ട് കയറി വരുമ്പോൾ അനുവാദം ചോദിച്ചിട്ട് കയറി വരണമെന്ന് അറിയില്ലേ ഇയാൾക്ക്? അല്ല സാറ്, എന്നോട് ഇപ്പൊ അവരാ പറഞ്ഞതേ. സാറ് പെടണ്ട, അങ്ങോട്ട് പോയിക്കോളി പറഞ്ഞ് എന്നെ തല്ലി ഉന്തിയിട്ട് വിട്ടാണ്. അന്ന് പറഞ്ഞിട്ട് ഇടിച്ചു കയറി അങ്ങനെ അങ്ങോട്ട് വീഴും? അല്ല, ഞാൻ നോക്കിയപ്പോ സാറ് ഇവിടെ ഇരിക്കണ്ട്, അതുകൊണ്ടാ വന്നത്. എന്താ കാര്യം? എന്താ പൊന്നാര സാറേ, ഒരു വരുമാന സർട്ടിഫിക്കറ്റും കൂടി വേണേ. ഇയാള് കുറച്ച് ദിവസം മുമ്പ് ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് പോയ ആളല്ലേ? കഴിഞ്ഞ മാസം വന്നത്. ഒരു മാസമായി ഇപ്പൊ ഞാൻ വന്നിട്ട്. ഇതെന്താ മാസം ഇങ്ങനെ വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ എന്താ? അല്ല സാറേ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന് എന്റെ പഠിക്കണ കുട്ടിയുടെ ഫീസ് അളവിന് വേണ്ടിയിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് ഒന്ന് കുറച്ച് കിട്ടാനാ ഞാൻ വന്നതേ. ഇപ്പൊ എന്റെ മോളുടെ കല്യാണത്തിന്റെ കാര്യത്തിനാ ഞാൻ വന്നത്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടീനെ പിടിച്ച് കല്യാണം കഴിപ്പിക്കണം അയാള്? അല്ല എന്റെ സാറേ, ഇതിപ്പോ അതിന്റെ മൂത്തതാണ്. എന്താ പണി? കൃഷിപ്പണി, പിന്നെ അല്ലാത്ത പണിക്കൊക്കെ പോവും. നോട്ടീസ് കൊടുക്കാനൊക്കെ പോവുന്നുണ്ട് ഞാൻ.